എം ഡി ഒന്ന് പോരാ, രണ്ടെണ്ണമായിക്കോട്ടെ. ഒന്ന് ചത്തയാൾ, മറ്റൊരു കൊന്നയാൾ. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും ഞാൻ എന്നെ പഠിപ്പിക്കുന്ന. अछूत मामा सलाम है संभाल के वेरेंद्र शुगर. മലയാള സിനിമയുടെ ചിരിയും ചിന്തയും 2025 ഡിസംബറിൽ നമ്മോട് വിട പറഞ്ഞ ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരന്റെ അനശ്വര ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. സന്ദേശം, വടക്ക് നോക്കി യന്ത്രം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളിയുടെ കാപട്യങ്ങളെ ഹാസ്യത്തിലൂടെ തുറന്നു കാട്ടിയ അദ്ദേഹം 200-ലധികം സിനിമകളിൽ വേഷമിട്ടു. നടനായി, തിരക്കഥാകൃത്തായി, സംവിധായകനായും തിളങ്ങിയ ആ പ്രതിഭ സാമൂഹിക വിമർശനത്തിന്റെ മൂർച്ചയുള്ള വാക്കുകളിലൂടെ എന്നും സാധാരണക്കാരന്റെ ശബ്ദമായി. ചട്ടിയും കലവും ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഈ നൃത്തശില്പത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ശ്രീനിവാസനെ അവതരിപ്പിക്കുന്നത് ഒരാളല്ല, മറിച്ച് പലരിലൂടെയാണ് ഞങ്ങൾ ആ ഇതിഹാസത്തെ പുനരാവിഷ്കരിക്കുന്നത്. പിന്നെ ഒരു മുൻകൂർ ജാമ്യം. ഇതിൽ വേഷമിടുന്നത് സൂപ്പർ സ്റ്റാറുകളൊന്നും അല്ല കേട്ടോ, നിങ്ങളെയും എന്നെയും പോലെയുള്ള പാവം സാധാരണക്കാരാണ്. അഭിനയം കണ്ട് ഞെട്ടരുത്. ആ മഹാപ്രതിഭ നമ്മുടെ മനസ്സിൽ ബാക്കിയാക്കിയ ഓർമ്മകളെ ഉണർത്താനുള്ള ഞങ്ങളുടെ ഒരു എളിയ ആത്മാർത്ഥമായ ശ്രമം മാത്രം. സ്വാഗതം. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാളും തിരിച്ചറിയില്ല, അസലായിട്ടുണ്ട്. ഞാനെങ്ങനെയുണ്ട്? ഈ സാധാരണക്കാരെന്ന പോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. നമ്മൾ അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്താ അബദ്ധം? ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചോണ്ടിരിക്കും, നീ ഇടക്കേറി ഒന്നും പറയരുത്. We want clothes. What? We want your clothes. What do you mean? We cloth washing, laundering. Shut up. I talking English. Shut your bloody mouth, I say. No washing, no clothes. Please, madam, you should help us. Don't you understand? We have all the day given the clothes to the laundry. മനസ്സിലായടാ? അപ്പൊ തുണി? അയ്യോ മലയാളിയാണ്. Run. Yes, come in. Yes. ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ. കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല. വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത്? അല്ല, നിങ്ങൾ ഇന്നലെ ഞങ്ങളില്ല സാർ. അതല്ല. ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. ആകാശം സാർ, കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാർ? ഇതാ ഞാൻ പറഞ്ഞത്. ബുദ്ധി ഉണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനെയും നമുക്ക് തളയ്ക്കാനെടുക്കും. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നു. വലിയൊരു ബുദ്ധിരാശത്തിന് ജോലി പോകാതെ രക്ഷിച്ചാൽ നീ എന്റെ കാല് പിടിക്കുന്ന. നല്ല കുഴപ്പമില്ല, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ടേ. അങ്ങനെയല്ല, കാര്യം കാണാൻ കഴുത കാലം പിടിക്കണമെന്ന്. ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് 100 കല്ല് പറിക്കും. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ.
അളിയൻ ഇന്നലെ രാത്രി കാണാൻ പറ്റിയില്ല, ഒത്തിരി ലേറ്റ് ആയില്ലേ? സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. ആ, എന്നിട്ടെല്ലാം സ്റ്റഡി ചെയ്തു. സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ. ഓ, അത് ഭയങ്കരം തന്നെ. ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ, എന്നെ സസ്പെൻഡ് ചെയ്തു. ഓഹോ, INSP പ്രതികാരം ചെയ്യുകയാണ്. അളിയൻ ഭയപ്പെടണ്ട, RDPയുടെ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. ഇല്ല, ഞങ്ങളുടെ കൂടെ നിന്നൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സാഹിത്യ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. ഇവിടെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് എന്ത് പുല്ലാണ് അതിന്റെയൊക്കെ സായുധ വിപ്ലവം. എടാ, മേലാങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല അതിന്റെയൊക്കെ രാഷ്ട്രീയം. അളിയ കഴുതേ, ഇനി നീ ഇവിടെ ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് കേട്ടാൽ ഇട്ടിച്ചിന്റെ അസ്ഥിയിലോടിക്കും. ബ്ലഡി ഫൂൾ. ആ വീട്ടിൽ ചെന്ന് നോക്ക്. വേണം വേണം. നമുക്ക് മെഡല് വാങ്ങണ്ടേ, പേരെടുക്കണ്ടേ, ഉയർന്നുയർന്ന് വലിയ ഉദ്യോഗസ്ഥന്മാരാകണ്ടേ, ജോലിയില്ലാതെ തെണ്ടി നടന്നപ്പോ കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണ്ടേ. വേണം വലിയ വീട്, കാറ്, AC, ഫ്രിഡ്ജ്. ഉപദ്രവിക്കല്ലേ, നമ്മളൊരു കിനാവ് കാണാണ്. വലിയ നിധി കിട്ടിയവർ കാണുന്ന ഒരു കിനാവ്, കിനാവ്, കിനാവ്. വലിയ പാദുഷമാര് കാണുന്ന ഒരു കിനാവ്, കിനാവ്, കിനാവ്. മാനത്തെ ചന്ദ്രനൊത്ത് മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയുരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ സുൽത്താനായി വാഴും ഞാൻ. മാനത്തെ ചന്ദ്രനൊത്ത് മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയുരുക്കി അണിവാതിൽ പണിയും ഞാൻ. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും. മോച്ചല്ലേ, ആ വീട്ടിലോട്ട് കയറിച്ചല്ലേ. ചെല്ലേ. എന്ത് എന്ത് കാര്യം ചെയ്യും? അതിന് ഞാനെന്ത് വേണം? കൊച്ചമ്മ, ഈ തങ്കപ്പനൊരു പാവാണ് കൊച്ചമ്മ. കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട്. അത് താടി അല്ല, മുടിയല്ല, താടി താടി. താനൊന്ന് പോയട്ടെ, ഇവിടെ ജോലിക്ക് പാലയും വേണ്ട. ആരെവിടെ? തന്നോട് പോകാനല്ലേ പറഞ്ഞത്? നമസ്കാരം അമ്മ. ഇവരാണ്? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണമ്മേ. വേലക്കാരനായിട്ടോ? അപ്പൊ ശരിക്കും വേലക്കാരനല്ലേ നീ? എന്നെ അടുക്കള ബാധിക്കുക. കൂടുതൽ പേര് അദ്ദേഹത്തിന് വീട്ടിൽ കേട്ടരുത്. അത് പറയാൻ നീ ആരാ? എന്നെ വായന അപ്രധാനമാണ്. മമ്മി അമ്മേ, മമ്മി. ഹലോ, ഞാൻ KP. അതെ അതെ, KP നായർ. പിന്നെ എന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വരികയാ. കഴിഞ്ഞു ഇതിനെല്ലാം പഠിച്ചു കഴിഞ്ഞു. അവൻ അമേരിക്കയിൽ നിന്ന് പ്ലെയിനിൽ വരുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞേക്കാം. ഓക്കെ? My name is Dhawan, M.A. Dhawan from States. Namaskar. How do you do? Fine, thank you. എന്തോന്നാ ഇത്?
അമേരിക്ക എന്ന് പറഞ്ഞ് എന്ത് നോക്കുവാസവും കാണിക്കാം. ആൾക്ക് ഇത് ഹാഫ് സെൻസ് ആണ്. ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസ് ആയ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയില്ല. ഇതുപോലൊരെണ്ണം ഞാൻ വിട്ടിട്ടുണ്ട്. അതിന്റെ മേലായി മുണ്ടുകൊടുത്തിരിക്കുന്നു. ഇത് അമേരിക്കൻ കളി കുറെ കൂടുന്നുണ്ട്. എനിവേ പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പെൺകുട്ടിയെ. ഇനി ഒന്ന് സ്റ്റഡി ചെയ്യണം. എന്റെ സ്റ്റൈലൊന്നും അവൾക്ക് പറഞ്ഞ് മനസ്സിലായിരുന്നു. In the house of my wife and daughter, you will not see any minute after today. ഇറങ്ങി പോടാ. പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണ്. മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മാർഗഴിയെ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ നിന്നെ വെച്ചൊരു പട്ടിക്ക് സ്വന്തക്കാരൻ കണ്ണയ്യോ നീയല്ലേ കോവലനോ ഞാനല്ലേ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. എത്ര കമ്പനികൾ, എന്തെല്ലാം ജോലികൾ. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാനിത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും. പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് പണ്ടാരെങ്കിലും ചെയ്യും. ശേഷം ഭാഗം സ്ക്രീനിൽ. ഹലോ കമൽ സർ. അതെ, ഞാനിപ്പോ സരോജ് സാറിന്റെ ഫിലിമിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഷുവർ സർ, ഐ വിൽ ബി ഏബിൾ ടു ജോയിൻ യു ഇൻ 2 weeks. താങ്ക് യു സോ മച്ച് സർ. സരോജ് സാർ ബെൻസുകാരെ വന്നോണ്ടിരിക്കുകയാണ്. ബെൻസുകാരില് സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ അങ്ങനെ അങ്ങനെ. സർ, നമുക്ക് ഷോട്ട് എടുക്കാൻ സമയമായി. ഡാൻസസ് റെഡി. എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. 6 മിനിറ്റ് വരരുത്.
ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ. എന്റെ സ്നേഹിതയാണ് നീ. കരളിന്റെ കരളെ എന്നോടൊന്ന് ചിരിക്കും കിളിയേ, മാനസ കിളിയേ, വെറുതെ നിന്നു കിടന്നാതെ. Cut. Okay, back up. സ്വപ്നങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പാറ പൊട്ടിക്കുന്നത് പോലെയാണ്. ചുറ്റി കൊണ്ട് ഒന്നടിച്ചു, രണ്ടടിച്ചു, മൂന്നടിച്ചു. ചിലപ്പോ 50ാമത്തെ അടി കൊണ്ടായിരിക്കും പാറ പൊട്ടുന്നത്. അപ്പൊ പാറ എങ്ങനെയാ പൊട്ടിയെന്ന് ചോദിച്ചാൽ 50ാമത്തെ അടി കൊണ്ട് മാത്രമാണ് പൊട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഒരു ദിവസം ഏത് പാറയും പൊട്ടും. പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. കരകാണ കടലല്ല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. കരകാണ കടലല്ല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ. അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ. ഇളം തെന്നലീണം പാടിവാ. ദയ്യന്തല ദയ്യന്തല ദൈ 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 ദൈ. നിക്ക്. നീ എന്താ ആലോചിക്കുന്നത്? മുടങ്ങുന്നോണം. നീ വേഗം കാണിക്കേ. അച്യുത് അമിനോകേഷ് സലിത. അച്യുത് അമിനോകേഷ് സലിത. عندي خوش فصوة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصوة يا اخي تفوز والله خوش رقصة عندي വിജയ, ഇവിടെ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ?